അവിടെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ല, വേറെ നോക്കാം. ഇപ്പൊ ട്രെയിനും വന്നില്ലേ, ഇതാ പൈസ ചേട്ടൻ ചേട്ടനല്ല മോനാട്ടോ, സോറി. കൊച്ചുമക്കളുണ്ടോ? എത്ര വർഷമായി യൂബറില്ല നോക്കിയിട്ട്? യൂബറാ? യൂബർ കാണിക്കുന്ന 10 വർഷം. അല്ല, താങ്കൾ എത്ര വർഷം ഓടിക്കുന്നു? അതാ പറഞ്ഞ 10 വർഷമായി. 10 വർഷം ഓടിക്കുന്നുണ്ട്. 9.5 വർഷമാണ് ഊബറിൽ കാണിക്കുന്നത്. അത് ശരി. ട്രിപ്പ് നോക്കണെങ്കിൽ 6000 ട്രിപ്പ് ആവുന്നേ ഉള്ളു. ഇടയ്ക്ക് ഇങ്ങനെ സസ്പെൻഷൻ ഒന്നും ആയില്ല? ഒന്നുമില്ല. വെരി ഗുഡ്. വേറെ വണ്ടി വരുന്നുണ്ടോ സംശയമല്ലേ? യൂബർ അല്ലാതെ വേറെ പ്ലാറ്റ്ഫോം വല്ലതും ഉണ്ടോ? യൂബർ ഇല്ലാണ്ട് പണ്ട് ഓല ഉണ്ടായിരുന്നു, അതില്ല ഇപ്പൊ ഇല്ല. ഓ, യൂബർ മാത്രം. ലോങ്ങസ്റ്റ് എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്? തമിഴ്നാടൊക്കെ പോകുമോ അതോ? ലോങ്ങസ്റ്റ് തമിഴ്നാടല്ല, ട്രിവാൻഡ്രം പോയി, കണ്ണൂർ പോയി, കോഴിക്കോട് പോയി. അതൊക്കെ റിട്ടേൺ ഉണ്ടായിരുന്നോ അതോ? ഏയ് ഇല്ല. ഒരു വട്ടം അടൂര് പോയപ്പോൾ റിട്ടേൺ ഉണ്ടായി. ഓക്കെ, നഷ്ടമായിരുന്നു പൊതുവെ അറിഞ്ഞല്ലേ. വ്ളോഗറാണോ? വ്ളോഗുണ്ട്. അത് ചെയ്യുന്നു. ബുദ്ധിമുട്ടുണ്ടോ? എന്തിനും ഇല്ല, ഫോൺ കാണിക്കാൻ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ചേട്ടൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു വിടാവോ? പേര് കൊള്ളാലോ, കപ്പിള്. പേര് റൈസുദ്ദീൻ. ഒരു കൊച്ചി യൂബർ ഉണ്ട് ഒരാളെ, കൊച്ചി യൂബർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. യൂബറിലെ ഓട്ടോ ഒക്കെ ഇടുന്ന കണ്ടിട്ടോ, കാണാറുണ്ടോ? യൂബർ ആണോന്ന് അറിയില്ല, ഒരു വ്ളോഗർ ഉണ്ട്, കൊച്ചി വ്ളോഗർ എന്ന് പറഞ്ഞ. യൂബറിന്റെ അനുഭവമൊക്കെ ഒന്ന് പറഞ്ഞോ, വേണമെങ്കിൽ പറയാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. നല്ലതൊക്കെ ഉണ്ടെങ്കിലും മോശം എന്തായിരുന്നു അനുഭവങ്ങള്? യൂബറിന്റെ മോശം അനുഭവം എന്ന് എല്ലാം പറഞ്ഞാൽ പണ്ടുണ്ടല്ലോ, ഒരു 2015 ഇത് ഓപ്പൺ ആയത് ഊബർ. ഇപ്പൊ അന്ന് ആ സമയത്തുള്ള വരുമാനമൊന്നും ഇല്ല നിലവില്. ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്താ, അപ്പൊ ആ സമയത്ത് ബാക്ക് പേപ്പേഴ്സും സപ്ലൈ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഊബറിലോട്ട് വന്നത്. കൊച്ചി തന്നെ? കൊച്ചിയിലാണ് എന്റെ വീട് എന്ന് പറഞ്ഞാൽ കുറ്റി പൂച്ചാക്കൽ. കിലോമീറ്റർ പറയാനാണെങ്കിൽ ഒരു വൈറ്റിലേന്നൊക്കെ ഒരു 10-20 കിലോമീറ്റർ ഉള്ളിൽ വരാവുന്ന സ്ഥലങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡെയിലി പോയിട്ടൊക്കെ വരാമല്ലോ. പിന്നെ 2015 കാലഘട്ടത്തില് ഡീസലിന്റെ റേറ്റ് ഒക്കെ നോക്കണമെങ്കിൽ ഒരു 63 ഒക്കെ ഉള്ളു. അപ്പൊ നമുക്ക് കിട്ടുന്ന പൈസ എക്സ്പെൻസ് ഒക്കെ കുറവായിരുന്നു, നമുക്ക് വരുമാനം കൂടുതലുമായിരുന്നു. ഇതിപ്പോ കമ്പാരിറ്റീവ്ലി അതിന്റെ എന്താ പറയാ, പകുതി എക്സ്പെൻസും പകുതി ലാഭമാണ്. വേൾഡ് വൈഡ് അങ്ങനെയാണല്ലോ, അവര് മൊത്തം എടുക്കുകയാണല്ലോ. അതെ അതെ അതെ, മനസ്സിലായില്ലേ? വേൾഡ് വൈഡ് അങ്ങനെയാണല്ലോ. പിന്നെ യൂറോപ്പിലും ഫ്രാൻസിലും ഒക്കെ യൂണിയൻ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് യൂബറുകാർ പറയുന്നതിന് ഇത്ര ശതമാനം കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ജർമ്മനി ഫ്രാൻസിലുള്ളവർക്കൊക്കെ യൂബർ കംപ്ലൈൻറ്റ് പറയത്തില്ല, കാരണം അവരുടെ യൂണിയൻ പറയുന്ന റേറ്റാണ് അവർ. അതുപോലെ അമേരിക്കയിൽ 1-2 സ്റ്റേറ്റിൽ യൂണിയനുണ്ട്, അതായത് ന്യൂയോർക്ക്. അപ്പോൾ അവിടെ നമ്മൾ എത്ര ക്യാൻസൽ ചെയ്താലും അക്സെപ്റ്റൻസ് റേറ്റ് കുറയത്തില്ല, മനസ്സിലായില്ലേ? നമുക്ക് യാതൊരു നെഗറ്റീവ് ടാർഗറ്റ് അങ്ങനെ വരത്തില്ല, നമുക്ക് ഇഷ്ടമുള്ള എടുത്താൽ മതി, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ലിബറേഷൻ ചില യൂണിയൻ ഉള്ളിടത്തുണ്ട്. ഇവിടെയൊക്കെ നമ്മൾക്ക് 4 കട്ട് ചെയ്യുമ്പോഴത്തേന് പിന്നെ ഏറ്റവും മോശം റൈഡ് എടുത്തിട്ട് നമ്മൾ അലക്കുന്ന പരിപാടികളൊക്കെ ആണല്ലോ. അങ്ങനെയൊന്നും ചെയ്യാത്ത, ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത രീതിയിലൊക്കെയുള്ള യൂബറിൻ്റെ സെറ്റപ്പുള്ള സ്ഥലമുണ്ട്. പക്ഷേ ആ എല്ലാം മറ്റുള്ളിടത്ത് അവൻ കോളടിച്ചെടുക്കും. അവിടെ 2 കമ്പനികളാണ് അമേരിക്കയിലുള്ളത്. ഒന്ന് യൂബർ, ഒന്ന് ലിഫ്റ്റ്, LYFT. LI അല്ല, LYFT. ഈ 2 ആപ്പേ ഉള്ളൂ സത്യത്തിൽ. വേറെ ഒരു ആപ്പിലും പിടിച്ചു നിൽക്കാനായിട്ടില്ല. ഇവര് സത്യം പറഞ്ഞ ബ്രദേഴ്സ്, കോബ്രോ പോലെ. കാരണം അയാൾ ചെയ്യുന്ന അപ്ഡേറ്റ് ഇയാളും ചെയ്യും, ഇയാൾ ചെയ്യുന്ന അപ്ഡേറ്റ് അയാളും ചെയ്യും, മനസ്സിലായില്ലേ? അപ്പൊ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഏതായാലും മതി. പക്ഷെ ലിഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിക്കാരൻ ഇച്ചിരി കൂടെ റീസണബിൾ. അവൻ നമ്മൾ എടുക്കാൻ പോകുന്നതിൻ്റെയൊക്കെ പൈസ ഉണ്ടല്ലോ, ഓട്ടം ഇച്ചിരൊക്കെ തരും. മറ്റേ എടുക്കാൻ പോകുന്നതിൻ്റെ ഒന്നും തരാതെ ഓട്ടത്തിൻ്റെ മാത്രമാണ് യൂബർ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതൊക്കെ 10-15 മൈലൊക്കെ ഓടിയിട്ട് 2 മൈൽ ഡ്രോപ്പ് വരുമ്പോഴത്തേനുണ്ടല്ലോ, പിന്നെ തിരിച്ച് എംറ്റി ആയിട്ട് വരിക. അതിൽ
അതിലൊക്കെ ഇച്ചിരി ലിഫ്റ്റ് ഇച്ചിരി കൺസിഡറേറ്റ് ആണ്. പിന്നെ ചില സ്ഥലത്ത് യൂബർ നല്ലത്, ചില സ്ഥലത്ത് ലിഫ്റ്റ് നല്ലത്. അങ്ങനെ ഏറ്റവും നല്ല ഒരു ട്രാവലർ ആരായിരുന്നു ഇങ്ങനെ അങ്ങനെ പറഞ്ഞാൽ? നല്ലൊരു ട്രാവലറെ കുറിച്ച് ഓർക്കണമെങ്കിൽ ഞാൻ പിന്നെ പൊതുവെ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കും. നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കാറുമില്ല. പിന്നെ ഓർമ്മ നിൽക്കുന്നൊക്കെ പറഞ്ഞ പിന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാല് ഒരു വൈറ്റില ചക്കരപ്പുറം പോകാത്തൊരു ഫ്ലാറ്റ്. ഓക്കെ, അപ്പൊ അവിടെ ഒരു പിക്കപ്പിന് പോയി. അപ്പൊ ഒരു പുള്ളിക്കാരന് ഒരു ഏജ് പറയാനാണെങ്കിൽ ഒരു 50-നും 55-നും ഇടയ്ക്കൊരു ഏജ് ഉണ്ടാവും. ഇച്ചിരി കൂടി ഒബിസിറ്റി ഉള്ള ഇച്ചിരി തടിയനായിട്ടൊരു ആള്. അപ്പൊ അയാള് പക്ഷെ നല്ല മനുഷ്യനാണ്. പക്ഷെ പുള്ളിയുടെ കാലെന്തോ ഫ്രാക്ചർ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ബുക്കിംഗ് വരുന്ന ടൈം ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിക്കായിരിക്കാം, ഒരു ഇൻ ബിറ്റ്വീൻ 1 and 2. അപ്പൊ ഞാൻ പിക്കപ്പിന് പോയി. അവിടെ ചെന്നപ്പോ തന്നെ പുള്ളിക്ക് വണ്ടി ഞാൻ തിരിച്ചു വെച്ച് കൊടുത്തു കയറാനുള്ള സൗകര്യത്തിന് വേണ്ടി. പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് കയറി. കാലിന് വയ്യ ശരിക്കും. കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ, ട്രിപ്പ് പിന്നടിക്കുന്നതിന് മുന്നേ തന്നെ ഒരു അമ്മയും ഒരു മകളും വന്നു. പാസഞ്ചറായിട്ട് വരിക. ബഹളത്തിലെ വന്ന കരഞ്ഞോണ്ട് ഓടി വരിക. അപ്പൊ അമ്മ എന്ന് പറഞ്ഞ ഒരു 50 വയസ്സുള്ള ഒരു അമ്മ, പേരക്കുട്ടിയാണ്. അച്ഛനും ഹസ്ബൻഡും വൈഫാ ഓടി വരുന്നത്? അല്ല, അമ്മ വരുന്നു. അമ്മയാ വരുന്നത്. അമ്മ ഇങ്ങനെ കരഞ്ഞോണ്ടാ വരുന്നത്. അപ്പൊ അമ്മയുടെ കൂട്ടത്തിൽ ഒരു പേരക്കുട്ടി. അപ്പൊ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ഇയാള് കയറുകയും ചെയ്ത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു എന്റെ മകന് വയ്യ, എന്റെ മകൻ ഇച്ചിരി മോശം അവസ്ഥയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മളിപ്പോ ഇവിടത്തെ പോളിസി ഉണ്ടല്ലോ ഊബറിൽ, നമ്മൾ ഈ പുള്ളിനോട് ചോദിച്ചു. പുള്ളി പറഞ്ഞ ഒരു കുഴപ്പമില്ല, നീ കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അമ്മ, പിന്നെ ഈ പേരക്കുട്ടി, പിന്നെ ഒരു 30 വയസ്സുള്ള ഒരു മകൻ, 10-28 വയസ്സുള്ള ഒരു ലേഡി, ഇവര് 4 പേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പുറകെ ഇരുന്നു. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഹൃദയമിടിപ്പ് കുറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ അയാൾക്ക് തന്നെ അത് ഫീൽ ആവും, ഹൃദയമിടിപ്പ് കുറയുന്ന ഒരു പ്രശ്നമാണ് പുള്ളിക്ക്. ഓൾറെഡി ഹാർട്ട് പേഷ്യന്റ് ആണ് പുള്ളിക്ക്. എന്നാ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വണ്ടിയൊക്കെ കാണിച്ചൊക്കെ തന്നു. അപ്പൊ പെട്ടെന്ന് വണ്ടി കയറി, വണ്ടി എടുത്തു. എനിക്ക് പോകേണ്ടത് കാക്കനാടുക്കാണ്, പിന്നെ ഹോസ്പിറ്റലുള്ളത് ഇവിടെയാണ്. പുള്ളിക്ക് പോകേണ്ടത് പാലാരിവട്ടം മെഡിക്കൽ സെന്ററിലാണ്. പിന്നെ സർവീസ് റോഡെല്ലാം കയറി പോയി. അവിടെ എത്തുന്നതിന് 2 മിനിറ്റ് മുമ്പ് പറഞ്ഞ് ഡോക്ടർ അവിടെ അല്ല, റിനയിലാണെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും റിനയ്ക്ക് ലൊക്കേഷൻ. അപ്പൊ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്, പേടിയാവുന്നു. പേഷ്യന്റാണല്ലോ. അപ്പൊ നമ്മളെ കൊണ്ട് പുള്ളിക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തായാലും എനിക്ക് ഹോസ്പിറ്റലിലെത്തിയപ്പോ അവിടെ എല്ലാം റെഡി ആയിരുന്നു. പിന്നെ കൊണ്ടുപോയി. ആള് കുഴപ്പമില്ലാണ്ടായി. പിന്നെ അതൊരു ഇൻസിഡന്റ് ആണ്. ഇടയ്ക്കെങ്കിലും തോന്നിയില്ലേ ഇത് 911 വിളിച്ച് ആംബുലൻസ് വിളിച്ച് കയറ്റി വിടണമെന്ന് ഒന്നും തോന്നിയില്ലേ? അങ്ങനെ ഒരു ഫീൽ അവരോട് പറഞ്ഞു ഒന്നുമില്ലേ പേഷ്യന്റിനെ? ഇതില്ലേ അല്ല, ഓൾറെഡി അവര് എല്ലാം ഇപ്പൊ അവര് നോക്കുമ്പോ അവര് വെളിയിൽ വന്നപ്പോ വണ്ടിയുണ്ട്. പിന്നെ വൈറ്റില പാലാരിവട്ട റിനയെന്നൊക്കെ പറഞ്ഞ ഒരു ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആ ടൈം തന്നെ നമുക്ക് എത്തുന്നതാണ്. പിന്നെ നമ്മളും അറിയാവുന്ന ആൾക്കാരല്ലേ, പിന്നെ ഊബറിൽ നിന്നോണ്ട് എല്ലാ ഷോർട്ട് കട്ടും അറിയാം. പിന്നെ ഇതില് മറ്റേ ഇച്ചിരി ഇതൊക്കെ കയറിയതാണ് നമ്മള് എന്താണ് ഓവർടേക്ക് ചെയ്ത് കയറിയതും. അതേ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, ഈ അമേരിക്ക പോലുള്ള സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ സ്യൂ ചെയ്ത് കളയും. കാരണം നമ്മള് പുള്ളിക്ക് കിട്ടാവുന്ന ഒരു കെയർ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ അവന്മാർ പിന്നെ ടേൺ അടിച്ചു. മനസ്സിലായില്ലേ? പിന്നെ പേഷ്യന്റ് മാത്രമല്ലല്ലോ, ഫാമിലി ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ഇതിന്റെ വസ്തുതകൾ അറിയാൻ പറ്റും. നമ്മള് രണ്ടാമതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അതിപ്പോ എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഷെയ്ഡ് കിട്ടും. ഏറ്റവും നല്ല പാസഞ്ചർ ആണെന്ന് വിചാരിക്കുന്നു പോകുന്നവര് ചിലപ്പം ഏറ്റവും ബുദ്ധിമുട്ടിച്ച് കളയും. അതെ. ഞാൻ പിന്നെ പോയി അത് റെഡിയായി. പിന്നെ അപ്പൊ ഇയാളുടെ നമ്പർ എന്റെ വാങ്ങിച്ചു. അപ്പൊ ഇവരെല്ലാം ഒരു ഫ്ലാറ്റിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ ഇവരോട് ഞാൻ ഈ വണ്ടിയിൽ ഫസ്റ്റ് കയറിയ പാസഞ്ചറിനോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കണോട്ടാന്ന് പറഞ്ഞു. എനിക്ക് പുള്ളി എന്നിട്ട് ഇപ്പൊ ഞാൻ എന്നോട് ഇറങ്ങാൻ നേരം ഈ അമ്മ എനിക്ക് 1000 രൂപ വെച്ചെന്ന് കിട്ടി. ഞാൻ പറഞ്ഞു അത് എനിക്ക് വേണ്ട, ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലാണ്. അപ്പൊ ഇതൊരു പോസിറ്റീവ് ആയിക്കോട്ടെ, നമുക്ക് കിട്ടിയ ഒരു അവസരമല്ലേ. ഞാൻ പൈസ ഒന്നും വാങ്ങിച്ചില്ല, അവരോട് എത്തുകയും ചെയ്ത്. ഞാൻ എന്നിട്ട് ഇയാളെ കൊണ്ട് കാക്കനാടാക്കി. ഇയാളുടെ നമ്പർ, ഈ ചേട്ടന്റെ നമ്പർ എന്നെ കിട്ടി. പിന്നെ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എന്തായാലും നമ്മളെല്ലാരും സഹകരിച്ചുകൊണ്ട് അവിടെ നമുക്ക് ഓർക്കാവുന്ന സംഭവമായി. അങ്ങനെ
അതൊരു പേഷ്യന്റ് ഇൻസിഡന്റ് ആയി. അതെ, അതാണ്. ഇനി ഫോറിനേഴ്സ് ആരെങ്കിലും വന്ന് കയറി എന്തെങ്കിലും സംസാരിക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഫോറിനേഴ്സ് ഇല്ല. ഫോറിനേഴ്സിനെ കിട്ടിയ ഹാപ്പിയാണ്. ഫോറിനേഴ്സ് ഒക്കെ പക്കയാണ്. പങ്ക്ച്വൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പങ്ക്ച്വൽ ടീമില്ല. റിസർവേഷൻ കിട്ടുമല്ലോ കറക്റ്റ് 11:45 വെച്ച് കഴിഞ്ഞാൽ 11:45 ഉണ്ടെങ്കിൽ ബാഗ് ഉൾപ്പെടെ വെച്ച് അവൻ എവിടെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കണമെന്നുള്ള ചിന്തയില് ഇടുന്ന ഷൂസ് വരെ ബാഗിൽ വെച്ച് കൃത്യമായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാ. നമ്മള് കാത്തിരിക്കണ്ട, അവര് നമ്മളെ കാത്തിരിക്കുന്ന. മറ്റേ 5 മിനിറ്റിന്റെ 10 മിനിറ്റ് ടോളറൻസിന്റെ കഴിഞ്ഞാലും ഞാൻ റിസർവ് ചെയ്ത അമ്മ വല്യമ്മയുണ്ട് കൂടെ. അതെ അതെ, ഫോറിനേഴ്സ് അക്കാര്യത്തില് മിനിസ്റ്റർ കാർ പോലെ തോന്നല്ല, ജോസ് കെ മാണി പോലെ ആണ്. യൂണിവേഴ്സിറ്റി വണ്ടിയാ, രജിസ്ട്രാറാ, ഇന്നോവ. അതൊക്കെയാണ് ഫോറിനേഴ്സ്. അവര് കൂടുതൽ എവിടുന്നാ കിട്ടുന്നത്? ഹോട്ടലിൽ മാരിറ്റിൽ നിന്നും അങ്ങനെയൊക്കെയാണോ? അതോ മേ ബി 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ടാവും. പിന്നെ ഫോട്ടോ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ. മാപ്പ് ഇടണോ? ഇല്ല, മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലോ, യൂബർ പറയുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ ഹൈവേയിലെ കൂടെ നമ്മൾ പോകുന്നു. അതെ, ഇപ്പൊ നമ്മള് ആസ്റ്ററിന്റെ അവിടെ വന്നു. നമ്മളിപ്പം കണ്ടെയ്നർ റോഡ് കയറി ആ ലെഫ്റ്റ് കയറി അങ്ങ് പോകും. എക്സാക്ട്ലി. എഞ്ചിനീയറിംഗിന് ഏത് ബ്രാഞ്ചായിരുന്നു എടുത്തത്? ഞാൻ സിവിലായിരുന്നു. 2009-2013 ബാച്ച്. ഏത് എഞ്ചിനീയറിംഗ്? ഞാൻ ജയഭാരത്. അതെവിടെയാ? പട്ടിമറ്റം പെരുമ്പാവൂർ റൂട്ട് അറക്കിപ്പടി ജയഭാരത്. നമ്മുടെ മെറിറ്റ് ഇതിൽ കൂടെ കയറിയാണോ? അല്ല, എൻട്രൻസ് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ എൻട്രൻസ് ഭയങ്കര മോശം. അതുകൊണ്ട് ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അത് യൂണിവേഴ്സിറ്റി വന്നത് അന്ന് MG ആണ്, ഇന്ന് KTU ആണ്. KTU എന്ന് പറഞ്ഞാല് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, എല്ലാം ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് രണ്ടിലാക്കി, അതോ ഇത് മാത്രമോ? അല്ല, എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും. അന്നൊരു കേരളത്തിന്റെ ഇപ്പൊ കോട്ടയം, പെരുമ്പാവൂര് അങ്ങനെ കുറച്ച് ലൊക്കേഷനൊക്കെ MG യൂണിവേഴ്സിറ്റിയാണ്. കുറച്ച് നമ്മൾ തെക്കോട്ട് പോയാല് കൊല്ലത്തും ട്രിവാൻഡ്രത്തൊക്കെ കേരള യൂണിവേഴ്സിറ്റിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് KTU നോക്കി എനിക്ക് തോന്നുന്നു. അതാണ് ഇപ്പൊ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ജയഭാരത്. ചേട്ടൻ സിവിലിലെ ഏത് സബ്ജക്റ്റാണ് ഏറ്റവും? അപ്ലൈഡ് സയൻസ് ആണോ, അപ്ലൈഡ് മെക്കാനിക്സ് ആണോ, ഏത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഏതാണോ, ഏതാ കലിപ്പായിട്ട് തോന്നി? എനിക്ക് ആവശ്യമില്ലാത്തതും കലിപ്പായിട്ട് തോന്നുന്നത് വാട്ടർ റിസോഴ്സ് ആണ്. വാട്ടർ റിസോഴ്സ് ഹൈഡ്രോളിക്സ് ആണോ? ഹൈഡ്രോളിക്സ് ആണോ? ഈ ഡാമിന്റെ ഒക്കെ സ്ലൂയിസ് വാലിൽ കൂടെ ഉള്ള പ്രശ്നം അതൊക്കെയാണോ? കപ്ലാൻ നമ്മളെ കുറെ പഠിക്കുന്ന ഒരു സാധനം വാട്ടർ റിസോഴ്സാണ്, പക്ഷെ ഇന്ന് വരെ ഞാൻ അപ്ലൈ ചെയ്യാത്ത വാട്ടർ റിസോഴ്സാണ്. അതായത് തീറ്റയുടെ വാല്യൂ പറഞ്ഞു കൂട്ടാ. അപ്പൊ തീറ്റ എന്തിനാണെന്ന് ചോദിക്കാൻ പോലെയാണ്. പിന്നെ ഇപ്പൊ ഞാനിപ്പോ ചെയ്തത് വൈറ്റിലെ ഹബ്ബൊക്കെ ഞാൻ ചെയ്തതാണ്. വൈറ്റിലെ ഹബിന്റെ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടൊക്കെ നിന്നതാ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ക്യാഡിൽ വരയ്ക്കുമായിരുന്നോ? ഓട്ടോ ക്യാഡിൽ വരയ്ക്കുമായിരുന്നോ? പിന്നെ അതിലൊന്നും ശ്രദ്ധ വരാൻ ദുബൈക്കൊക്കെ ഒന്ന് പോകണമെന്നൊന്നും വിചാരിച്ചില്ലേ? അത് സത്യം പറഞ്ഞ ഫാദർ പെട്ടെന്ന് മരിച്ചുപോയി. റവന്യൂടെ ആവശ്യം ഉണ്ടായിരുന്നു. 2 സിസ്റ്റേഴ്സ് ആയിരുന്നേ. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ ഇവിടെ നാട്ടില് നിക്കണം തോന്നി. അവരെല്ലാരും മാരീഡ് ആണ്, 2 പിള്ളേരൊക്കെ. അല്ലേ? അതെ അതെ. അപ്പൊ ഇപ്പൊ നിലവിലിപ്പോ ഞാന് കുറച്ച് പരിപാടിയിലൊക്കെ ആയിട്ട്. മദറുണ്ടോ കൂടെ? മദറുണ്ട്. ഡാഡി ഫാദർ മരിച്ചു. ഫാദർ ഞാൻ ബിടെക്കിന്റെ സെമസ്റ്റർ 4 ചെയ്യുമ്പോ മരിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞുകൊണ്ട് ഫാദറിന്റെ ഒരു താല്പര്യമൊക്കെ ആയിരുന്നു ഈ പെങ്ങന്മാരെ കല്യാണം. അപ്പൊ പിന്നെ അതിലോട്ട് നീങ്ങി കല്യാണത്തിന്റെ തിരക്കിലൊക്കെ പോയി. കല്യാണം കഴിച്ചോ? എന്നിട്ട് കല്യാണം 2018 ജൂലൈയിൽ കഴിഞ്ഞു. 2 പിള്ളേരുണ്ട്. വെരി നൈസ്. അവരെ വൈഫൊക്കെ എന്ത് ചെയ്യുന്നു? വൈഫ് ചെറിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. വെരി ഗുഡ്. അവർക്ക് ഏതാണ്ട് തലയിൽ ഏതാണ്ട് ചെയ്യണമെന്നൊക്കെ പറയും. അല്ല, ആക്ച്വലി ബ്യൂട്ടീഷ്യൻ അല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റ്, സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്കുള്ള മേക്കപ്പ് ഇടും. അതെ 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 അതെ. അപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നിലവിൽ ഇപ്പൊ 1-2 വർക്കൊക്കെ ഉണ്ട്. ഈ ഇടയ്ക്കൊരു സെലിബ്രിറ്റീനെ മേക്കപ്പ് ചെയ്തു. ആള് ഹാപ്പിയാ? ഓ സൂപ്പർ. വെരി നൈസ്. അയാള് നമ്മുടെ പെണ്ണുമ്പുള്ള ഒരു
കല്യാണം കഴിക്കുമ്പോൾ ഒരു 19 വയസ്സുള്ളൂ. എനിക്ക് ആ സമയത്ത് 27 വയസ്സുണ്ട്. ശരി. അപ്പൊ ഇന്നും 19ന്റെ പ്രാഗൽഭ്യം ഉള്ളൂ ഉള്ളെങ്കിൽ മനസ്സിലായി. അത് ശരി. എന്നിട്ട് അത് എല്ലാ ദിവസവും വർക്ക് ഇല്ലല്ലോ, അപ്പൊ എല്ലാ ദിവസവും എവിടെ എന്നെ ചെയ്യും അതിന്? വീട്ടില് ആൾക്കാർ വരും. വീട്ടിലിപ്പോ നമ്മള് താമസിക്കുന്ന ഞങ്ങളുടെ വീട് വിറ്റായിരുന്നു. ഇപ്പൊ താമസിക്കുന്ന മറ്റേ അരൈശ്ശേരി പള്ളി എന്ന് പറയും, പെരുമ്പളം ഭാഗത്താണ്. അപ്പൊ വീട് കാര്യങ്ങളൊക്കെ നോക്കി പോവുക. പിന്നെ ആള് ഇങ്ങനെ എന്താ പറയാ, ഇന്നത്തെ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് പുള്ളിക്ക്. അത് എല്ലാ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തി എല്ലാം ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിന്റെ തിരക്കാണ് കൂടുതൽ സമയം. പിന്നെ പുള്ളിയുടെ പേജ് ഉണ്ട് ഇൻസ്റ്റയില്, അത് വർക്ക് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് അങ്ങനെ തിരക്കാണ്. പിന്നെ ഇപ്പൊ ആള് ലൈസൻസ് എടുക്കാനുള്ള പരിപാടിയിൽ നോക്കണം. 4 വീലറെ കാറൊക്കെ ഓടിക്കും. ഇതുപോലെ ഓഫ് ടൈം ഒക്കെ ആണെങ്കിൽ 1-2 ട്രിപ്പ് പുള്ളിക്കാരത്തേക്കും വേണമെങ്കിൽ വേറെ വണ്ടിയല്ലേ ചെയ്യാമല്ലോ, അല്ല ഇതേ ചെയ്യാമല്ലോ. അല്ല, ഞങ്ങളിപ്പോ ഫെബ്രുവരിയിൽ ടൂർ പോയായിരുന്നു. അപ്പൊ ടൂർ പോയ സമയത്ത് പുള്ളി കുറെ ഡ്രൈവ് ഒക്കെ ചെയ്തു. അന്ന് ലൈനേഴ്സേ ഉള്ളൂ. പിന്നെ ഞാൻ ലെഫ്റ്റ് സൈഡ് ഉള്ളത് കൊണ്ട് പുള്ളി കുറെ ചെറിയ കാര്യങ്ങളൊക്കെ ഓടി റെഡിയായി. എവിടെ വരെ പോയായിരുന്നു? എവിടെ നിങ്ങള് ടൂറിന് ഞങ്ങള് പോയത് മൂന്നാർ പോയി. അങ്ങ് മൂന്നാറാണ് ഡെസ്റ്റിനേഷൻ. വട്ടവട അതൊക്കെ കാണാൻ. പിന്നെ തിരിച്ചു പോന്നപ്പോ വേറെ റൂട്ടാ വന്ന, മറ്റേ ഇതില്ലേ ഒരു സ്കൂളുണ്ടല്ലോ മാമലക്കണ്ടം. ഞങ്ങൾ ആ റൂട്ടിൽ പോയിട്ടില്ല. ആക്ച്വലി നിങ്ങളെടുത്ത് ബ്ലോഗ് കേട്ടിട്ടേ ഉള്ളൂ. നിങ്ങളെടുത്ത് ഞങ്ങള് ആ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അല്ല, കോട്ടയംകാര. പക്ഷെ ഞങ്ങള് പുറത്താ. എവിടെ? ഞങ്ങള് ഇച്ചിരി ദൂരെയാണ്. ജർമ്മനി അല്ല, അമേരിക്കയിലാണ്. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ ഡോട്ടറിന്റെ വീട്ടിലോട്ടായി പോകുന്നത്. അവര് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളെ ഈ പിന്നെ എന്താണ് ഈ ഏജ് സന്തോഷം ആക്കാൻ വേണ്ടിട്ടാണ് വ്ലോഗ് ചെയ്യുന്നത്? അങ്ങനെയാണ്? അല്ല, ഞാൻ വ്ലോഗ് ചെയ്യുന്നത് ഞാൻ അവിടെ നിന്നുകൊണ്ടാ വ്ലോഗ് ചെയ്യാറുള്ളത്. മലയാളീസിന് വേണ്ടി. കൂടുതലും ഇംഗ്ലീഷിലും ഉണ്ട്. പിന്നെ ബോംബെ എന്നുള്ള ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് ബോംബെക്കാര്, ഹിന്ദിക്കാര് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഏത് ടോപ്പിക്കും എടുക്കും. പക്ഷെ കൂടുതൽ പേഴ്സണാലിറ്റിയാണ്. ഒരാളുടെ ലൈഫ് സ്റ്റൈല്, പിന്നെ ഒരാൾ ആ ജോലി എങ്ങനെ കണ്ടുപിടിച്ചു, ആ ജോലി ആര് പറഞ്ഞു തന്നു, ആ ജോലിയിലെ ബുദ്ധിമുട്ടുകൾ, അതിന്റെ പ്രോസ് കോൺസ് എന്തൊക്കെയായിരുന്നു. 50 വർഷം മുമ്പ് 45 വർഷം മുമ്പ് അമേരിക്കയിൽ തന്നെ നഴ്സിംഗ് തന്നെ പാസ്സായിട്ട് ഒരു 20 വയസ്സുള്ള 21 വയസ്സുള്ള ഒരു ലേഡി, യങ് ലേഡി അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റിയിലോ ഹോസ്പിറ്റലിലോ വന്ന് ജോലി ചെയ്യുന്നു. അവരന്ന് അനുഭവിച്ച ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. അമേരിക്ക പോകണമെന്നേ അവർക്ക് ആഗ്രഹമുള്ളായിരുന്നു. അതെന്താണെന്ന് അറിയത്തില്ലല്ലോ, ആരും പോയി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യകാല മലയാളികളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ അനുഭവങ്ങൾ ഈ GPS മൊബൈലും ഒന്നും ഇല്ലാത്ത കാലത്ത്, ഇതുപോലെ എമിറേറ്റ്സോ ഖത്തർ എയർവേസോ ഒന്നും ഇല്ലാത്ത കാലത്ത് 4-5 എയർപോർട്ട് കയറി ഇറങ്ങിയൊക്കെ ചെന്നുള്ള അനുഭവങ്ങൾ, പിന്നെ ജോലിയിലുള്ള അനുഭവങ്ങൾ, വലിയ വലിയ സൈസുള്ള കർമ്മന്മാരെ പൊക്കാനുള്ള ഒരു നഴ്സ് ഒരു അസിസ്റ്റന്റും കൂടി അവരെ പൊക്കിയെടുത്ത് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന മെത്തേഡുകൾ, നടുവൊടിയുന്നപ്പോൾ ജോലികൾ, അവരുടെ ഹസ്ബൻഡിനെ കൊണ്ടുവരുന്നു, അവർക്ക് ജോലി കൊടുക്കണം, ഡ്രൈവിങ് പഠിപ്പിക്കണം, അതൊക്കെയായിരുന്നു അന്നത്തെ ഒരു. ഇന്നിപ്പം നാട്ടിലുള്ളവരുടെയും കാറുള്ളവർ അമേരിക്കയ്ക്ക് വരുന്നത്. ആ കാലത്ത് കാറ് കയറിയിട്ട് പോലും ഉള്ളവരല്ല. അപ്പം ഡ്രൈവ് ചെയ്യുക, ഫോൺ വിളിക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം കൈ വിറയ്ക്കുന്ന അനുഭവങ്ങളായിരുന്നു. മനസ്സിലായി? ഇന്നിപ്പം 20 വയസ്സുള്ള ഏത് പിള്ളേരും പഠിക്കാൻ വരുന്ന എച്ചുവൻകാരൻ പോലും ഇവിടത്തെ ഫോർഡ് ഓടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഡ്രൈവിംഗ് ഒരു ഇഷ്യൂ അല്ല. പിന്നെ ടെസ്ല പോലുള്ള കാറുകൾ വന്നതോടുകൂടി നമ്മൾ സീറ്റിൽ ഇരുന്നാൽ മതി, അവനെല്ലാം നോക്കിയും കണ്ടും ചെയ്തോളും. അപ്പോൾ അതൊക്കെയാണ് വ്ളോഗ്. അങ്ങനെ പിന്നെ ഒരാളെ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഒരുപാട് പ്രയാസമുണ്ട്. എല്ലാവരും പിന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയും 80 വയസ്സായ ബ്രോയെ ഒന്ന് വന്ന് കുറച്ച് കാര്യങ്ങൾ കടിയാവും. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പം മക്കളും കൊച്ചുമക്കളും അവിടെ ജനിച്ചു വളർന്നവർ അത് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് അങ്കിൾ കാൻ യു ഡു ഇറ്റ് ഇൻ ഇംഗ്ലീഷ് പ്ലീസ്, അതിനൊരു സബ് ടൈറ്റിൽ കൊടുക്കാൻ പറ്റുമോ, ആൻറ്റി എന്താ പറഞ്ഞത്,
അങ്ങനെയൊക്കെയുള്ള പിന്നെ ചിലർ പറയും അന്നത്തെ ഞങ്ങളുടെ പഴയ ചെരുപ്പിടാതെ നടന്ന, അതായത് 1950-കളിൽ നോർത്ത് ഇന്ത്യയിലോട്ട് പോയ ആൾക്കാർ ആദ്യമായിട്ട് പാൻ്റ് ഇടുന്നു, ആദ്യമായിട്ട് ആ പ്രദേശത്തൊന്നും ചെരുപ്പോടെയില്ല, ആ പോയി കാലിൻ്റെ അളവ് കൊടുത്തൊരു ചെരുപ്പൂത്തിയെ കൊണ്ട് ചെരുപ്പ് ഉണ്ടാക്കിച്ച് ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മധുര വഴി ഭോപ്പാലിനും ഡൽഹിക്കും പോയ ആൾക്കാർ. അന്ന് എറണാകുളം ഇങ്ങനൊന്നും ഇല്ല, ഷൊർണൂർ ലൈനൊന്നും ഇല്ല, മനസ്സിലായില്ലേ? അതൊക്കെയാണ് ജീവിതം. ഇന്ന് പാൻട്രി കാറുള്ള AC കാറിലാണ്, ട്രെയിനിലാണ് പോലും ആൾക്കാർ യാത്ര ചെയ്യുന്നത്. അന്ന് ഏത് സ്റ്റേഷനിൽ നിർത്തിയാൽ ആന്ധ്രാപ്രദേശിലൊക്കെ ഒരു തുള്ളി വെള്ളത്തിന്, ഈവൻ ഞങ്ങൾ പോലും നോർത്ത് ഇന്ത്യയിൽ പോയി ജീവിച്ച കാലത്ത് ആന്ധ്ര ഒന്ന് കടന്നു കണ്ടാൽ എന്തോ ഒരു പ്രയാസമായിരുന്നു കേരള എക്സ്പ്രസ്സിൽ. മൈ ഗുഡ്നസ്, അങ്ങനെ ഓരോ അനുഭവങ്ങൾ. അപ്പോൾ അതാണ് വ്ളോഗ് ബേസിക്കലി. പിന്നെ എല്ലാവർക്കും ഒരു അനുഭവമുണ്ട്, എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്, പറയാനുണ്ടോ? ഇപ്പം താങ്കൾ തന്നെ പറയുന്നു, താങ്കളുടെ വെൻ യു ആർ ദ വൺ ബോയ് ടു സിസ്റ്റർ ഫാമിലി, മോൻ്റെ തലയിൽ വരുന്ന ഹെഡേക്ക് എന്താണെന്നുള്ളത്. അതേസമയം എസ്റ്റാബ്ലിഷ്ഡ് ഫാമിലിയിലെ പിള്ളേരെ പൈസയുടെ കൂടുതൽ കൊണ്ടുള്ള കുത്തിമറിച്ചിലാണ്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് വേറൊരു കാര്യമുണ്ട്. എൻ്റെ ഫാദർ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ പിന്നെ സാമൂഹിക അറ്റാച്ച്മെന്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു വലിയ ഫാമിലി ജനിച്ചതോ അങ്ങനെയൊന്നും ഒരാളെന്നല്ല. സാധാരണ ഒരു 3-4 ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള സാധാരണ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാള്, താമസിക്കാൻ പോലും മര്യാദക്കുള്ളൊരു സോഴ്സ് ഇല്ലാത്ത ഒരാള്, ബാത്റൂം പോലും അങ്ങനത്തെ ഒരാളായിരുന്നു ഫാദർ ഒരു 20 വയസ്സ് വരെ. പിന്നെ 21 കാലഘട്ടത്തിൽ പുള്ളി എന്ന് വെച്ചാൽ പുള്ളിയുടെ 21 കാലഘട്ടത്തിൽ പുള്ളി ചെയ്തതെന്ന് വെച്ചാൽ പണിയെടുത്തു, അതൊരു സബ് കോൺട്രാക്ടറായി, പിന്നെ ഒരു കോൺട്രാക്ടറായി, അങ്ങനെ കയറി വന്ന ഒരാളാണ്. പുള്ളി മരണസമയം 44 വയസ്സിലാണ് എൻ്റെ ഫാദർ മരണപ്പെടുന്നത്. അതായത് 2011 എൻ്റെ പാപ്പാക്ക് 44 വയസ്സുള്ളൂ. അപ്പൊ ആ കാലഘട്ടത്തില് പുള്ളിയുടെ മക്കളെ കെട്ടിക്കാനും പുള്ളിയുടെ മൂത്തപുത്രനായി എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിലൊന്നും നമ്മളില്ല. പക്ഷെ അവിടെ ഇവിടെ ഉള്ളൊരു ഇത് എല്ലാം കൂടി ഒരു സർക്കിളിൽ കൊണ്ടുവന്നൊരു ഉത്തരവാദിത്തമാണ് ഞാൻ ചെയ്തത്. മനസ്സിലായി. അല്ല ഒരു 20 ഇയേഴ്സിന് മുമ്പ് ആവറേജ് കേരളത്തിലെ ഫാമിലികളെല്ലാം ഒരേ സ്ട്രഗിൾ ആയിരുന്നു, മനസ്സിലായില്ലേ? പണ്ടത്തെ അവർ 50കളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലും മേഘാലയയിലും ത്രിപുരയിലും ഒക്കെ മലയാളികൾ മൈഗ്രേറ്റ് ചെയ്യായിരുന്നു. ബോംബെ ഗുജറാത്തൊക്കെ പോട്ടെ, അത് വേറെ. ഈവൻ നോർത്ത് ഈസ്റ്റേണിൽ പോലും പോയി ആൾക്കാർ ജോലി ചെയ്യുമായിരുന്നു. കാരണം അത്രയ്ക്ക് പ്രയാസമായിരുന്നു കേരളത്തിലൊരു ജോലി, മനസ്സിലായില്ലേ? ജോലിയില്ല, വേലയില്ല, വീട്ടിൽ ഭക്ഷണമില്ല, വീട്ടിൽ 5 പേരും 6 പേരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന അനുഭവങ്ങൾ. ആ പട്ടിണിയിലാണ് ഓരോരുത്തർ ആൾക്കാരെ നോർത്ത് ഇന്ത്യയിൽ പോകുന്നത്. അന്ന് സ്റ്റെനോഗ്രാഫിയും ടൈപ്പിങ്ങും പഠിച്ച ആൾക്കാർ ഓരോ കമ്പനി സെക്രട്ടറി വരെ ഏതൊക്കെ പൊസിഷനിലെത്തിയവരുണ്ടെന്നറിയാമോ? അമേരിക്കയിൽ ഉള്ളവരുണ്ട്, കാനഡയിലുള്ളവരുണ്ട്, ജർമ്മനിയിലൊന്നും അങ്ങനെ ഒരു മൈഗ്രേഷൻ നടന്നില്ല. അതൊക്കെ പിന്നീട് ലേറ്റർ പാർട്ടി ദുബായ് ഒക്കെ ഉള്ളവർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതേ ഉള്ളൂ. ഫ്രാൻസിലൊന്നും ഒരിക്കലും ഒരു ഇമിഗ്രൻ്റായിട്ട് ആരും പോയിട്ടില്ല. പിന്നെ കല്യാണം വഴിയൊക്കെ ചെന്നവരുള്ളത്. അത് കാണിക്കുന്നുണ്ടല്ലോ അല്ലേ കറക്റ്റായിട്ട്? അതെ അതെ. ഇനിയിപ്പോൾ 42 മിനിറ്റ്സ് ബാക്കി. അത് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നവരുടെ വീടിൻ്റെ വ്യത്യാസമുള്ള, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ വ്ളോഗ് ചെയ്തു, പേഴ്സണാലിറ്റിയാന്ന് പറഞ്ഞില്ലേ? അപ്പൊ സാറ് ചെയ്ത വ്ളോഗിൽ ഏറ്റവും കേട്ടിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റോറി എന്തായിരിക്കും? ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു ലേഡിയുടെ ബുദ്ധിമുട്ടല്ല, സത്യത്തിൽ അവരുടെ മനസ്സിൽ അമേരിക്ക എന്നൊരു സ്വപ്നം അന്നുണ്ടായിരുന്നു. കാരണം അവർ ജോലി ചെയ്ത ഹോസ്പിറ്റൽ തിരുവല്ലയിൽ അന്ന് പുഷ്പഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് സായിപ്പിൻ്റെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. സായിപ്പിൻ്റെ ഹോസ്പിറ്റൽ ഇപ്പോഴും ആ ഹോസ്പിറ്റലുണ്ട്. പക്ഷെ അന്ന് ആ ഹോസ്പിറ്റലിലെ മുഴുവൻ ഡോക്ടേഴ്സും നഴ്സസും സായിപ്പന്മാരായിരുന്നു. ഇപ്പൊ ഇത് 50കളിൽ 60കളിൽ ഇപ്പോഴും സാഹിബിന്റെ ഹോസ്പിറ്റൽ എന്നാ പറയുന്നത്. പക്ഷെ അത് മിഷൻ ഹോസ്പിറ്റൽ എന്നാ പേര്. പിന്നെ പുഷ്പഗിരി വന്നു, ബിലീവേഴ്സ് വന്നു, അങ്ങനെ അതിന്റെ ഇച്ചിരി ഡൗൺ ആയിപ്പോയി. പക്ഷെ ആ കാലത്ത് അവിടുത്തെ കംപ്ലീറ്റ് സ്റ്റാഫ് സായിപ്പന്മാരായിരുന്നു. അതുകൊണ്ട് സായിപ്പ് ഹോസ്പിറ്റൽ എന്നായിരുന്നു അതിന്റെ പേര്. ആ ഹോസ്പിറ്റലിൽ പാമ്പാടിക്കാരി ഒരു പെങ്കൊച്ചില് നഴ്സിങ്ങിന് പോകുന്നു. അപ്പം 3-4 വർഷം ഓസ്ട്രേലിയക്കാരുടെ കൂടെ അമേരിക്കക്കാരുടെ കൂടെ ഒക്കെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പം അന്ന് ജനറലേ ഉള്ളൂ, ഇവിടെ നിന്ന് BSN ഒന്നും വന്നിട്ടില്ല.
ഇപ്പോൾ 3.5 ഇയേഴ്സിൻ്റെ മിഡ് വൈഫറി ഉൾപ്പെടെയുള്ള കോഴ്സാണ്. അപ്പോൾ അത് പഠിച്ച് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്തപ്പം ആ ലേഡി ടോട്ടലി അവർ തന്നെ അവരുടെ ആക്സെൻ്റൊക്കെ അങ്ങ് അമേരിക്കൻ സ്റ്റൈലായി. കാരണം അവർ ഡീൽ ചെയ്ത ഡോക്ടേഴ്സും മനസ്സിലായില്ലേ. അപ്പോൾ അവർക്ക് വരുന്ന മാഗസിൻ വായിച്ച് നോക്കിയപ്പോഴാണ് അവർ കാണുന്നത് അമേരിക്കയിലേക്ക് നഴ്സസിനെ വേണം, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് എക്സ്ചേഞ്ച് വിസയിൽ നഴ്സസിന് വരാമെന്ന്. അതായത് എക്സ്ചേഞ്ച് നഴ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ നഴ്സുമാർ പുറം രാജ്യങ്ങളിൽ വിട്ട് പഠിപ്പിക്കും. എന്തിനാണെന്ന് വെച്ചാൽ അവിടുത്തെ മെഡിക്കൽ ലൈനിന് എന്താണ് നടക്കുന്നതെന്നുള്ളത്. അപ്പം ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാരെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകും. അമേരിക്കയിൽ പഠിക്കുന്ന പിള്ളേരെ അവർ ആഫ്രിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും എല്ലാം പോകും. അപ്പോൾ ആ അവരുടെ അനുഭവം ഞാൻ അന്ന് അവർ ആ മാഗസിനിൽ കണ്ട് അപ്ലൈ ചെയ്ത് ജോലിക്ക് വന്നിട്ട് അവർ ആദ്യമായിട്ട് ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഇപ്പോൾ ഒരു 10 ലക്ഷം മലയാളികളുള്ളിടത്ത് അന്ന് വിരലയിൽ എണ്ണാവുന്ന 1 or 2 മലയാളികൾ മാത്രം ഉള്ളിടത്ത് വന്ന് അവരവരുടെ ജീവിതം പെടുത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെങ്കൊച്ച് അത് വളരെ ഇതായിട്ട് തോന്നി. എന്നാൽ വളരെ കഷ്ടപ്പെട്ട് ഒരു രണ്ടാനമ്മയുടെ മോനായി പോയതുകൊണ്ട് മാത്രം മൂത്ത മകനെ പഠിപ്പിക്കാതെ ഇളയത്തുങ്ങളെ നോക്കി അവരെ മുഴുവൻ വളർത്താൻ വേണ്ടി അവൻ്റെ ഭാവി ബ്ലോക്ക് ചെയ്തപ്പം അവൻ വേറൊരു അമ്മാമ്മയെ കൂട്ടുപിടിച്ച് അവരുടെ വീട്ടിൽ വേലക്കാരനെ പോലുള്ള രീതിയിൽ നിന്നുകൊണ്ട് ടൈപ്പ് പഠിച്ചു. അത് കഴിഞ്ഞ് അവൻ കാണുന്നവരോടെല്ലാം ആ കാലത്ത് സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഒക്കെയാണ് ആൾക്കാർ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വരുന്നവരെ കവലെ കണ്ടുമുട്ടുമ്പോൾ അവരോട് യാചിക്കും, എന്നെ ബോംബെക്കൊന്ന് കൊണ്ടുപോകാമോ, എന്നെ ഇന്നടുത്ത് കൊണ്ടുപോകാമോ, കൽക്കട്ടയിൽ കൊണ്ടുപോകാമോ. ആ ഒരു നിശ്ചയദാർഢ്യത്തിൽ അയാൾ ബോംബെ ഒന്നും കിട്ടിയില്ല, പക്ഷേ ഭോപ്പാലാണ് കിട്ടി. ആ യാത്ര പറഞ്ഞത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ നാട്ടിൽ വെറും കൃഷിപ്പണിയും ഇളയത്തുങ്ങളെ നോക്കി ആ മൂത്ത മോനെ ഇത് ലാവാറിസായി പോയനായിരുന്നു. പക്ഷേ പുള്ളി ഇന്ന് വെൽ സെറ്റിൽഡ് ഇൻ അമേരിക്ക. അപ്പം പല കഥകളുമുണ്ട് നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും നേഴ്സായിട്ട് പോകുന്ന ആൾക്കാരെല്ലാം വേറെ ഒരു ജോലിക്ക് വേണ്ടിയാണ് നേഴ്സസ് എന്ന് പോയത്. അല്ല, ചില നേഴ്സുമാരെ ഞാൻ കണ്ടുമുട്ടി. അവർ പഠിക്കാൻ അമേരിക്കയിൽ പഠിക്കാൻ അതുപോലെ സാധ്യതയുള്ളത് കൊണ്ട് നേഴ്സിങ്ങിൻ്റെ എല്ലാ സ്കോപ്പുകളും പഠിച്ച് അവരത് നേഴ്സിങ്ങിൻ്റെ ഡോക്ടറേറ്റ് എടുക്കുന്നു. പിന്നെ അവർ മെഡിസിനിൽ ഡോക്ടറേറ്റ് എടുക്കുന്നു. അങ്ങനെയുള്ള മലയാളി. പക്ഷെ അവർ കേരളത്തിൽ ജനിച്ചവരല്ല. മലയാളി ഫാമിലിയിലും മദ്രാസിലും ഒക്കെ ജനിച്ചോളൂ. കാരണം അവരുടെ ലെവൽ ഓഫ് ലാംഗ്വേജ് ആ ലെവലിലാണ്. ബോംബെയിലും മദ്രാസിലും ഒക്കെ ജനിച്ചോളുന്ന മലയാളികളുടെ പിള്ളേരെ അവർ വേറൊരു ലെവലിലാണ് എത്തിയിരിക്കുന്നത്. അവർ പേഷ്യൻ്റ് സൈഡിലൊന്നും അല്ല. അങ്ങനെ അവർ അഡ്മിനിസ്ട്രേഷൻ ലെവലിലും എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പലായിട്ടും ഒക്കെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. കുഴപ്പമില്ല. ഹലോ, ചേച്ചി, ഞാൻ ഒരു അങ്കമാലിക്ക് ഒരു ഓട്ടോ ഉണ്ട്, അതിന് വേണം. ഇന്നലെ ഞാൻ പോയി വിളിച്ചായിരുന്നേ. വിളിച്ച് പിന്നെ വന്നപ്പോൾ 11:30. അല്ല, എന്താണ് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. കൂട്ടുകാരിനെ കൊണ്ടാക്കിയിട്ട് പിന്നെ പുള്ളിക്ക് ഇങ്ങോട്ട് വരാൻ അറിയാൻ പറഞ്ഞു. വഴി തെറ്റി. അതെന്നാണ് വട്ടച്ചിറ അങ്ങനെ എന്തോ സ്ഥലം. അതവിടെ തന്നെയാണ്, ഈ പരിപാടി വീടിൻ്റെ അടുത്ത്. പിന്നെ ഞാൻ ബസ്സിന് പോയിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് 9:30 കിട്ടി എനിക്ക്. ലാസ്റ്റ് ബസ്സിന് ഹെൽമെറ്റായിട്ട് പോയിട്ട് അങ്ങനെ പോയിട്ട് വിളിച്ചു. പേടി പുള്ളിക്ക് വരാൻ. പിന്നെ ആ വഴി നേരെ കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി അവിടെ പോയി. രാവിലെ കുഞ്ഞ് ഫോൺ ഉപയോഗിച്ചിട്ട് സ്വിച്ച്. ഞാൻ ഇറങ്ങിയപ്പോൾ 12 ആയിരുന്നു. വെറുതെ വിളിച്ചാണോ? വണ്ടി നാളെ രാവിലെ വണ്ടി കയറ്റി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് പെയിൻറ്റിങ് തരാമെന്ന് പറഞ്ഞിട്ട്. ബൈക്ക് എൻ്റെ വീട്ടിൽ. അത് കുഴപ്പമില്ല, നാളെ എത്തിക്കാം. നാളെ എത്തിക്കാം. നാളെ എത്തിക്കാം. അല്ലല്ല, കുഴപ്പമില്ല.
ഓഗസ്റ്റിലല്ലേ വന്ന? ഓഗസ്റ്റിലല്ലേ വന്ന? ആ, അപ്പൊ അതുവരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ, ഞാൻ നോക്കിക്കോളാം. അത് ഓൺലൈനിൽ അറിയാം. ആ, ഒരു അരമണിക്കൂറിന് വിളിച്ച്, ഒരു മണിക്കൂറിന് വിളിച്ച് പറയാം. എന്നാ ശരി. ആ, ശരി. ഓക്കെ, കേൾക്കണോ? കുറച്ചുകൂടെ പറഞ്ഞു പറയാമല്ലേ? അപ്പം ഞാൻ ചെയ്തതിൽ വേറൊരു ലേഡി ഉണ്ടായിരുന്നേ. ആ ലേഡി അമേരിക്കയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും അവാർഡ് മേടിച്ച ഒരേ ഒരു മലയാളിയാണ് ഞാൻ അടുത്ത ഒരു ഇൻ്റർവ്യൂ ചെയ്തത്. അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ നഴ്സിംഗ് മാനേജറായിരുന്നു. അവർ സൊസൈറ്റി അവാർഡ് ദ ബെസ്റ്റ് സൊസൈറ്റിക്ക് വേണ്ടി, അതായത് അവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ. അവർ താമസിക്കുന്നത് ഞങ്ങളുടെ അവിടുത്തെ അമേരിക്കയിലുള്ള ഒരു കമ്മ്യൂണിറ്റി പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ ഇന്ത്യക്കാരുടെ ഇടയിൽ. അതായത് എല്ലാവരും ഒന്നും ഒരേ ലെവലിലല്ലല്ലോ. അതിൽ ആള് നഴ്സ് മാനേജറായിരുന്നു, റിട്ടയർ ചെയ്തു. കമ്മ്യൂണിറ്റി ഹെൽപ്പ് ഡ്രഗ്സ് അഡിക്റ്റഡ് ആയിട്ടുള്ളവര്, വീട്ടിൽ കയറാത്തവര്, ഡിവോഴ്സ് ആയവര്, സ്ട്രീറ്റിൽ കിടക്കുന്നവര്, മലയാളീസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, നല്ല ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ ഇടയ്ക്ക് അങ്ങ് ഇതായി പോകുന്നത്. അതിൽ ലേഡീസും ഉണ്ട്, കൊച്ചു പിള്ളേരുണ്ട്, സൂയിസൈഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഒരു ഇത് കൊടുത്ത് കമ്മ്യൂണിറ്റി ലിവിങ്ങിൽ കൊണ്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിക്കാർ അവർക്ക് ഡീലിറ്റ് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പം നരേന്ദ്രമോദി അവിടെ വന്നപ്പം ഒരു സ്റ്റേഡിയത്തിൽ ഒരു 100,000 ആൾക്കാരിരിക്കുന്ന സ്റ്റേഡിയത്തിൽ മാലയിട്ട് കൊടുത്തു. പലർക്കും ഉണ്ടായിരുന്നു. അതിൽ മലയാളിയായിട്ട് കിട്ടിയത് ഒരേ ഒരു ലേഡിയാണ്. അപ്പോൾ ആ ലേഡി പാറ്റ്ന മെഡിക്കൽ കോളേജിൽ പഠിച്ചത് നഴ്സിംഗ്. 26 സ്റ്റുഡൻസ് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരത്തിൽ മാത്രം ഒരേ ഒരു ഹിന്ദു ഗേളായിരുന്നു. കാരണം ആ കാലത്ത് ഹിന്ദുക്കൾ നഴ്സിങ്ങിന് വിടത്തില്ലായിരുന്നു. പക്ഷെ ആ ആളുടെ നല്ല സ്ട്രോങ് ഇതുള്ളത് കൊണ്ട് അവരെ ആ ഹോസ്പിറ്റലിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു, ഡോക്ടേഴ്സിനും പേഷ്യൻസിനും എല്ലാം. അവർ ആ ഒരു ലെവലിലുള്ള വർക്ക് ചെയ്യുന്നവരാണ്. അത് കഴിഞ്ഞ് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നഴ്സിങ്ങിൻ്റെ വലിയ ഏതോ ഒരു യൂണിറ്റിൻ്റെ ഹെഡൊക്കെ ആയിരുന്നു. അപ്പോഴാണ് അവർ അമേരിക്കയ്ക്ക് അവർക്ക് ചാൻസ് കിട്ടുന്നത്. അപ്പോൾ ആ ഡോക്ടർ അവരുടെ അടുത്ത് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറോ ആരോ ഫൈനലി ഇവർ പറഞ്ഞു, പൊന്നു ചേച്ചി, പൊന്നു പിള്ളേ, യു ഡോണ്ട് ഗോ. യു ആർ എ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ ഓഫ് എ തേർഡ് ക്ലാസ് കൺട്രി. അത് ഇന്ത്യയാണ്. യു ആർ എ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ ഓഫ് എ തേർഡ് ക്ലാസ് കൺട്രി, ബട്ട് you will, if you go there, you will be a third class citizen of a first class country. Would you like to shed your this thing, എന്ന് ചോദിച്ചു. You will lose everything, your personality, everything you will lose എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, sir, I already thought of it and I am moving there. So whichever way it comes, let it come എന്ന് പറഞ്ഞ അവർ. അപ്പോൾ പല ഡോക്ടേഴ്സും അവരെ നോ പറഞ്ഞാൽ അവർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഓൾ ഇന്ത്യയിൽ. അതിൻ്റെ അകത്ത് വലിയ നല്ലൊരു നഴ്സായിരുന്നു അവർ. അപ്പം അതൊക്കെ അനുഭവങ്ങൾ നമ്മൾ കേരളത്തിലെ ഏതെങ്കിലും ഡയറക്ടർ പറയുമോ? കാരണം ഇവിടെ മലയാളികളെല്ലാവരും അമേരിക്കയ്ക്കോ ജർമ്മനിക്കോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, പോകാൻ നോക്കി നിൽക്കുകയല്ലേ. പക്ഷേ ഡൽഹിയിലല്ല. നിങ്ങളിപ്പോ നിലവിൽ നിൽക്കുന്ന രാജ്യം ഫസ്റ്റ് ക്ലാസ് ആണെന്നും. അതെ, നിങ്ങൾ തേർഡ് ക്ലാസ് സിറ്റിസൺ ആകാൻ പോവാണ്. കാരണം നിങ്ങളെ അവിടെ ചവിട്ടി താക്കാൻ പോവാണ്. നിങ്ങൾ വെള്ളക്കാരനും അല്ല, നിങ്ങൾ കർമ്മനും അല്ല, നിങ്ങൾ വേറും തേർഡ് ക്ലാസ്. ശ്രീലങ്കയ്ക്കും താഴെയായിട്ടായിരിക്കും അവർ ചിലപ്പോൾ നിങ്ങളെ കണക്കാക്കുന്നത്. ഇന്ത്യയിൽ അല്ല, അമേരിക്കയിൽ നിങ്ങൾ അവിടെ സ്പാനിഷ് ഉണ്ട്, ആഫ്രിക്കൻസ് അല്ല. ഞാൻ ചോദിച്ചാൽ ഈ തേർഡ് ക്ലാസ് ഇന്ത്യൻസിന് ഒരു വലിയ ഫസ്റ്റ് ക്ലാസ് കൺട്രി അല്ലേ അമേരിക്ക? ഫസ്റ്റ് ക്ലാസ് കൺട്രിയാണ്. ആ രാജ്യത്തെ ഏറ്റവും ആദ്യം വരുന്ന ആളെന്ന് പറഞ്ഞാൽ വൈറ്റ്സ് ആണ്. രണ്ടാമത് നിഗ്രോസ് നമ്മൾ പറയുന്ന ബ്ലാക്സ് ആണ്. അവരും ഇപ്പോൾ ഈക്വലായി. പിന്നെ സ്പാനിഷ്, അതായത് മെക്സിക്കോ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ, എസ്കോബാർ, ക്യൂബ, അവരൊക്കെ അടുത്തൊരു ലെവൽ. കാരണം അവർക്ക് സ്പാനിഷ് അറിയാം, മനസ്സിലായില്ലേ? ഇംഗ്ലീഷും നല്ലപോലെ പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്പാനിഷ് അവർക്ക് മിനിമം അറിയാം. പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് നല്ല ഇംഗ്ലീഷും ഇല്ല, സ്പാനിഷും ഇല്ല, നോ അതർ ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് ഒരു
ഒരു 10 പേര് വർക്ക് ചെയ്യുന്നതിൻ്റെ അകത്ത് നമുക്കൊരു വാല്യൂ ഐഡന്റിറ്റി കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അല്ല ആക്ച്വലി നരേന്ദ്രമോദി എന്തിനാണ് അവാർഡ് കൊടുത്തത്? അതൊക്കെ ലെറ്റർ പാർട്ടാണ്. ഇത് അന്ന് പോകുന്ന സമയത്ത് 60കളിലെ സമയത്ത് ഡോക്ടർ പറഞ്ഞ കാര്യം. അത് ഇന്ന് റിലവൻ്റ് അല്ല. കാരണം ഇന്നിപ്പോൾ അമേരിക്ക ഇന്ത്യയും ഓൾമോസ്റ്റ് ഈക്വൽ ആയി കഴിഞ്ഞു എല്ലാ കാര്യത്തിലും. അന്ന് 1960കളിൽ ബീഹാറിലും പാറ്റ്നയിലും അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ഡോക്ടേഴ്സ് നിങ്ങൾ എന്തിനാ അമേരിക്കയ്ക്ക് പോകുന്നത്? നിങ്ങളിവിടെ ഏറ്റവും നല്ലൊരു ആളായിട്ട് ഇരിക്കുകയല്ലേ, യുനോ നിങ്ങളിവിടെ നിങ്ങളുടെ രാജ്യം പൂവറായിരിക്കും, പക്ഷേ നിങ്ങൾ നല്ല ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ അല്ലേ ഇവിടെ. അതാണ് മെയിൻ ചെയ്യുന്നത്. അല്ല അതും മോദിയുടെ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. നമ്മളെ വർക്ക് പ്ലേസിലെ ഇതൊന്നും ആരും അങ്ങനെ അത്രയും റിസ്കിൽ അവർ വന്നോ? ഇന്ത്യയിൽ വന്നോ? അത്രയും ചോദ്യത്തിൽ അവർ വന്നോ? ഇന്ത്യയിൽ പോയവര് അല്ല ഈ ഇന്ത്യ മലയാളിയാണ്. ആ മലയാളി പഠിച്ചതൊക്കെ പാറ്റ്നയിലാണ്. എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചതേ അവര് ഇന്ത്യയിലോട്ട് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴല്ലേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്? അല്ലല്ല, ഇന്ത്യയിലോട്ടല്ല. ഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവർ ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് പോവുകയാണ്, നേഴ്സായിട്ട് പോവുകയാണ്. ആ സമയത്താണ് ആ ഡോക്ടർ ചോദിച്ചത് നീ ഇവിടെ നല്ലൊരു ജോലിയിലല്ലേ, നല്ലൊരു പൊസിഷനിലേ ഇരിക്കുന്നത്, നീ എന്തിനാണ് അവിടെ പോയി ഇനിയും യുനോ. പക്ഷെ ഇന്ന് ആ കോൺസെപ്റ്റൊക്കെ മാറി. ഇന്ന് ആളെന്താ ഒരു ഈ സ്റ്റുഡൻ്റ് ഈക്വലായോ? ഇപ്പൊ നേരത്തെ ഒരു കമന്റ് പറഞ്ഞില്ലേ, ഇന്ത്യ അമേരിക്ക ഇപ്പൊ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ഈക്വലായി. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഫെസിലിറ്റിയിലാണ്? സി ഇന്ന് ലോകത്ത് പോപ്പുലേഷനുള്ള നമ്പർ 1 പൊസിഷൻ ഇന്ത്യയാണ്. ഈ പോപ്പുലേഷൻ ആണ് ഈ ലോകത്തെ ഇന്ന് ഏറ്റവും അധികം വാല്യൂ ആക്കുന്ന ഒരു കാര്യം. കാരണം ഇന്ത്യയുടെ IT വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ഇന്ത്യക്കാരെല്ലാം കൂടെ അയക്കുന്ന റെമിറ്റൻസ് അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും ആ മെയിൻ പവർ കൊണ്ടാണ് ആ റെമിറ്റൻസ് ഇവിടെ വരുന്നത്. 1-2 പേര് ജർമ്മനിലുണ്ടെന്ന് വിചാരിച്ച് നമുക്കൊരു ഫോറിൻ റെമിറ്റൻസ് ആ വാല്യൂ വരുന്നില്ല. പക്ഷേ അതേസമയം 100,000 1 മില്യൺ ആൾക്കാർ ഓരോ മാസവും അവരൊരു $100 വെച്ച് അയച്ചാൽ പോലും ഇന്ത്യയിലെ സാമ്പത്തികസ്ഥിതി എന്തോ ആണ്. ഇപ്പോൾ ഇന്ത്യ ഓൾ ഓവർ ദ വേൾഡിൽ നമ്മുടെ ആൾക്കാരാണ്. അത് മെയിൻ പവറാണ് നമുക്ക് ആ വാല്യൂ കൊണ്ട് തരുന്നത്. അതിനു മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് പോയിക്കൊണ്ടിരുന്നത് മെക്സിക്കോയ്ക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ മെക്സിക്കോയും തള്ളി ഇന്ത്യയാണ് നമ്പർ 1 ഫോറിൻ റെമിറ്റൻസ് അയക്കുന്നത്. അതായത് ഡോളറാണ് നമ്മുടെ കാഷ് റിസർവായിട്ട് വരുന്നത്. പിന്നെ IT എടുത്താലും എന്തെടുത്താലും അമേരിക്കയിൽ ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന അതേ ബെനിഫിറ്റ്സ് അല്ലെ അതിലും ബെറ്ററാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഈവൻ ഈ ഇപ്പം നിങ്ങളില്ലേ യൂബറൊക്കെ നമ്മൾ എറണാകുളത്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയുടെ ഈക്വൽ ക്ലാസ് ആയില്ലേ, മനസ്സിലായില്ലേ? കാരണം അതൊരു കാഷ്ലെസ് വർക്കായി. ഇതാണ് കൊച്ചിയിലെ പഴയ ആലുവ ബോട്ടിലൊക്കെ പാലം. ഇതിനേക്കാളും ദിവസം അവിടുത്തെ സിറ്റുവേഷൻ. താങ്കളുടെ പേരെങ്ങനെ? താമജി റൈസുദ്ദീൻ. റൈസിനെ വിളിക്കാം. റൈസ്. എത്ര കാലമായി ഇപ്പോൾ ബ്ലോഗിങ് തുടങ്ങിയിട്ട്? ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു ഒരു 3-4 ഇയേഴ്സിന് മുമ്പ് മുതൽ. ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ഈ ഇമെയിലുകൾ അവർ പെയ്ഡ് സിസ്റ്റം ആക്കാൻ പോകുമായിരുന്നു. ഗൂഗിളും യാഹുവും പിന്നെ ഒരുപാട് പ്രൊവൈഡേഴ്സ് അങ്ങ് സ്ലോ ഡൗൺ ചെയ്ത് AT&T AOL ഒത്തിരി പേര് അവരുടെ സർവീസ് അങ്ങ് നിർത്തി. കാരണം ഫ്രീ ആയതുകൊണ്ട് അവർക്ക് അത് ചെയ്തു കൊടുക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ നമുക്കെല്ലാം ഒരു ഇമെയിൽ ID ഉണ്ട്, Gmail ഉണ്ട്, അല്ലെങ്കിൽ യാഹു ഉണ്ട്, ഹോട്ട്മെയിൽ ഉണ്ട്. ഇതെല്ലാം ഫ്രീ ആണിപ്പം. പക്ഷേ നമ്മൾ ലോഡ് ചെയ്ത കാര്യങ്ങളെല്ലാം അവർ സർട്ടൻ ടൈം കഴിയുമ്പോൾ നമ്മളത് അവരുടെ ഒരു ബാക്കപ്പ് പൈസ കൊടുത്ത് മേടിക്കുന്നില്ല എങ്കിൽ അതെല്ലാം അവർ ഡീൽ ചെയ്ത് കളയും. മനസ്സിലായില്ലേ? പേയ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അത് അവരുടെ ക്ലൗഡ് സ്റ്റോറേജ് നമ്മൾ പേ ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ആയി പോകും. അപ്പം നമുക്കതൊന്ന് ചേസ് ആയി ചെയ്ത് കിട്ടത്തില്ല. അപ്പം അവർക്ക് പേയ്മെന്റ് കിട്ടുന്ന ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നമ്മൾ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റകൾ അവർ ഡിലീറ്റ് ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പം നമ്മൾ
2 വർഷം അക്കൗണ്ട് ഒന്നും നമ്മൾ യൂസ് ചെയ്യാതെ നാളെ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ അറ്റാച്ച്മെന്റ് ഒന്നും അവിടെ കാണണമെന്നില്ല. മനസ്സിലായില്ലേ? നമ്മൾ വേറൊരിടത്ത് സേവ് ചെയ്തുമില്ല. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം വരാം. ഉണ്ട്. ഹലോ, മനസ്സിലായി. എടോ ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ ഞാൻ ഡ്രോപ്പ് ചെയ്യും. ഒരു ഓട്ടത്തിലാണ്. 15 മിനിറ്റ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്കും ഈ കുറേ ഫോട്ടോസും ഡേറ്റാസും സ്പെസിഫിക്കേഷൻസും നമ്മൾ വർക്ക് ചെയ്ത ഡ്രോയിങ്സും ഒക്കെ ഇതിലുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം പോകാതിരിക്കാനും അപ്പോൾ ഒരു പേയ്മെൻറ്റ് ചെയ്യാതെ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിന് തുടങ്ങിയതാണ്. അതായത് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ അതിൻ്റെ അകത്ത് വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലൗഡിൽ തന്നെ കിടന്നു. അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ട്, ക്ലൗഡിലുണ്ട് താനും. അതിന് അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീടൊക്കെ ഞാൻ ഈ ചില വീഡിയോസ് ചില ആൾക്കാരുടെ ഇട്ടപ്പം അത് കുറച്ച് വൈറലാകുന്നു. മനസ്സിലായില്ലേ? അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ അത് നമ്മളെ കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ആൾക്കാർ നമ്മളെ വിളിക്കുന്നു, ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട് ചേട്ടനെന്ന് വരാം, ഇന്ന് കവിയരങ്ങുണ്ട്, അവിടെ അമേരിക്കൻ മലയാളികൾ ലിറ്ററസി പീപ്പിള് അവരുടെ ഇന്നൊരു ഇതുണ്ട്, മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സിലെ ആൾക്കാരുടെ ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ അതിനകത്ത് ഏഷ്യാനെറ്റോ കൈരളിയോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ ഒന്നും അവരൊന്നും ചിലപ്പോൾ വന്നു വരില്ല. കാരണം അത്രയ്ക്കുള്ളൊരു ഹൈപ്പ് ഇല്ലാത്തൊരു പ്രോഗ്രാമാണ്. പക്ഷേ അതൊന്ന് വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അവർക്ക്. അപ്പോൾ അതിനെ വിളിക്കാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പം പിന്നെ ഇതുപോലുള്ള ആൾക്കാർ സ്റ്റാർസ് എല്ലാം വരത്തില്ലേ, നമ്മൾ റിമി ടോമി ആണെങ്കിലും ഇവിടെയുള്ള ആൾക്കാർ കലാകാരന്മാരെല്ലാം വരികയല്ലേ. അപ്പോൾ ആ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിടുമ്പോൾ ചില ആൾക്കാരൊക്കെ അത് കാണാൻ താല്പര്യം, ചിലർക്ക് ടിക്കറ്റ് എടുക്കാതെ ഈ കുറച്ച് പ്രോഗ്രാമൊക്കെ കാണാൻ പറ്റുന്നു. ഇപ്പം അമേരിക്കയിൽ ഓൾമോസ്റ്റ് എത്ര വർഷം കണ്ടിന്യൂ നിൽക്കണം? 18 വർഷം. ഞങ്ങൾ നേരത്തെ അബുദാബിയിലായിരുന്നു. അബുദാബി വ്ലോഗിങ്ങിന് മുന്നേയുള്ള വർക്ക് ഞാൻ ഐ ടി അല്ല, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാരനാണ്. പഴയ 81 ബാച്ചാണ് ഞാൻ. ഈ ഓട്ടീസ് എലിവേറ്റേഴ്സിൻ്റെ വർക്കാണ്, ലിഫ്റ്റിൻ്റെ. അത് ഇന്ത്യയിലായിരുന്നു. ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യ ബോംബെയുടെ അണ്ടറിൽ ഞങ്ങൾ ഭോപ്പാലിലായിരുന്നു. മധ്യപ്രദേശ് മുഴുവൻ എൻ്റെ കയ്യിലായിരുന്നു. അന്ന് ഛത്തീസ്ഗഡൊന്നും ആയിട്ടില്ലേ. അന്ന് മൊത്തം കോർബ, റായ്പൂർ, ബിലാസ്പൂർ, ഭോപ്പാൽ, ഇൻഡോർ, ജബൽപൂർ. അവിടെ ഞങ്ങൾ അബുദാബിക്ക് പോയി. അബുദാബി സിറ്റി, അലൈൻ സിറ്റി ഒക്കെ അവിടെ 13 വർഷം അവിടെ ഉണ്ടായിരുന്നു. അവിടെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റുന്നത്. ഞാൻ ഹൈറ്റിൽ നിന്ന് വീണു ബിൽഡിങ്ങിൽ. സൈറ്റിൽ പോയതായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അതൊന്ന് ക്യാഡിലോട്ട് വന്നു, ഓട്ടോ ക്യാഡിലോട്ട്. ഇലക്ട്രിക്കൽ ഡ്രോയിങ്സാണ് ഞങ്ങളുടെ എലിവേറ്റേഴ്സിൻ്റെ മാത്രം. അങ്ങനെ ഞാൻ ആ ബുർജ് ദുബൈയുടെ പ്രോജക്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. ബുർജില്ല ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ടോപ്പ് 100 സ്റ്റോറീസിലൊക്കെ. ഞങ്ങളുടെ വലിയ ഓട്ടീസിന് കോൺട്രാക്ട് കിട്ടുന്ന പ്രോജക്റ്റിലെല്ലാം ഡ്രോയിങ്ങുകളുണ്ടായിരുന്നു. ഇവിടെ അല്ല, കേരളത്തിലല്ല, അബുദാബി സിറ്റിക്കകത്ത്. അൽവഹദ മോളൊക്കെ യൂസഫ് അലിയുടെ സ്വന്തം ഓൺ ബംഗ്ലോ ഇല്ലേ, അത് ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് ലിഫ്റ്റൊക്കെ ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. യൂസഫ് അലി അബുദാബി താമസിക്കുന്ന ബംഗ്ലോയില് അതിൻ്റെ അകത്തുള്ള ലിഫ്റ്റുകളെല്ലാം ഞാൻ ഡ്രോയിങ്ങിൽ വരച്ചു കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ അന്ന് ആ ബിൽഡിങ് പണിയുമ്പം ഞങ്ങൾ കൺസൾട്ടൻ്റ് ഓഫീസിലായിരുന്നു. ഞങ്ങളെല്ലാം ഞാനും ഷൈനി ഓരോ ഓഫീസിലായിരുന്നു, കൺസൾട്ടൻ്റ് കൂടെ ആയിരുന്നു. ഈ 100+ മാത്രം പണിയുന്ന ടീമുണ്ട് അമേരിക്കക്കാരുടെ. സ്റ്റോറീസ് 100 ബുർജ് ദുബായ് പോലെ വേൾഡിൽ എവിടെ വന്നാലും അതിൻ്റെ ഡിസൈൻ ചെയ്യുന്ന ടീം വേറൊരു സ്പെസിഫിക് ഗ്രൂപ്പാണ്. നിങ്ങളുടെ സിവിലുകാര്, ആർക്കിടെക്റ്റിൻ്റെ ഒക്കെ വേറൊരു കോറാണ് അവർ. അത് ആ സ്ട്രക്ചറൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഒരു എക്സ്ക്ലൂസീവ് ടീമാണ്. അവർ പറയുന്ന വേർഡിങ് ആണ് ഫൈനൽ വേർഡിങ്. ഇപ്പം വിൻഡിൻ്റെ സ്റ്റോം ആണെങ്കിലും അതിൻ്റെ കാൽക്കുലേഷന്, ആ സ്വിങ്സൊക്കെ, സ്ലാബിൻ്റെ തിക്നെസ്, ഇപ്പോൾ അതിൻ്റെ അതെല്ലാം കാൽക്കുലേഷൻ ഞങ്ങളുടെ ഒരിക്കലും വരും. അത് ഫ്ലോറിലുള്ള ഓക്യുപ്പൻസി റേറ്റുകൾ, അപ്പ് പീക്ക്, ഡൗൺ പീക്ക്, രാവിലെ ഞങ്ങൾ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഡിസൈനിങ്
അപ്പം ഞങ്ങൾക്ക് ബിൽഡിങ്ങിൻ്റെ കോർ വരും. ഇപ്പോൾ എത്ര ലിഫ്റ്റ് വേണം, എത്ര സ്പീഡിൻ്റെ ലിഫ്റ്റ് വേണം, എത്ര സ്റ്റോപ്പ് വേണം, അത് ഡബിൾ ഡെക്കർ വേണോ, സിംഗിൾ ഡെക്ക് മതിയോ, എസ്കലേറ്റർ ഏത് വേണം, എസ്കലേറ്റർ ഏതൊക്കെ ഫ്ലോറിലോട്ട് ക്രോസ് ചെയ്യണം, അതിൻ്റെ കണ്ടിന്യൂറ്റി അത് മുഴുവൻ അത് കൺസൾട്ടൻ്റാണ് ഫൈനലൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആ ബിൽഡിങ് കോൺട്രാക്റ്റിന് പോകുന്നത്. അവർ സാംസങ്ങോ അങ്ങനെയുള്ള ടീം എടുത്തിട്ട് അവർ പിന്നെ കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ഓട്ടിസിനാണോ കോണയ്ക്കാണോ ഷിൽഡറിനാണോ ഏത് പിന്നീട് സെലക്ട്. പക്ഷേ അവരുടെ ഓൾറെഡി ഒരു ഡ്രോയിങ് വന്നിരിക്കും, ഇത്ര കോർ ലിഫ്റ്റ് ആണോ ഉള്ളത്, ഇത്ര സ്പീഡിൻ്റെയാണ് വേണ്ടത്, മനസ്സിലായില്ലേ? അതൊക്കെ ഓൾറെഡി കൺസൾട്ടൻറ്റ് ഫൈനലൈസ് ചെയ്തിരുന്നു. ചെറിയ വേരിയേഷന് വരാറുള്ളൂ. അങ്ങനെയുള്ള ടീമിൻ്റെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതിലല്ല, ഞങ്ങൾ രണ്ടുപേരും ഇപ്പം മെഡിക്കൽ ലൈനിലാണ്. അത് വേറൊരു സാഹചര്യം കൊണ്ട് അങ്ങനെ മാറിയതാണ്. അല്ലാതെ അപ്പോൾ ഈ 100% ഇത് എന്നൊക്കെ പറയുന്ന ഈ ആഡ്രിയൻ സ്മിത്ത്, സോം, അതായത് ബുർജ് ദുബൈയുടെ ആ ടീമേ അവരെ അടുത്ത ടീം വിളിക്കത്തുള്ളൂ. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളേ. ഇപ്പം സൗദിയുടെ ഈ ടവർ വരുന്നല്ലോ, കിങ്ഡം ടവർ വരുന്നില്ലേ, അതപ്പം ബുർജ് ദുബൈയുടെ ടീമേ അവിടെ വരത്തുള്ളൂ. കാരണം അവരേ ഉള്ളൂ അതിന് മുമ്പുള്ള അത് ഏറ്റവും ഹയസ്റ്റ് പണിതവരെ. ബുർജ് ദുബായ് പണിയുമ്പം അവർ അതിനു മുമ്പ് പണിതെന്ന് പറഞ്ഞാൽ പിന്നെ പെട്രോണാസ് ആയിരുന്നു, മലേഷ്യയിലെ പെട്രോണാസുകാരെ ടീമായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ അകത്ത് എയർ കണ്ടീഷൻകാരെ, അതിൻ്റെ അകത്ത് ലിഫ്റ്റുകാരെ, അതിൻ്റെ അകത്ത് ക്ലാഡിങ്ങുകാരെ, ആ ടീമായിരിക്കും ഇവിടെയും റെഫർ ചെയ്യപ്പെടാറുള്ളത്. ഇപ്പം ബുർജ് ദുബായ് പോലുള്ളൊരു സ്ട്രക്ചർ ഇന്ന് ഗ്രൗണ്ട് ബ്രേക്കിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു 5 വർഷം പുറകോട്ട് ബാക്ക് ടു ബാക്ക് ഓണറും കൺസൾട്ടൻസുകാരും തമ്മിൽ ഇങ്ങനെ കറസ്പോണ്ടൻസ് നടന്നാണ് ആ ഡിസൈൻ ഫൈനലൈസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പലപ്പോഴും പല ടൈപ്പ് ഡിസൈൻ കൊടുക്കുമല്ലോ. ഇപ്പോൾ ഒരാൾ 150 ഫ്ലോറ് 180 ഫ്ലോറിന് ഒരു ബിൽഡിങ് പണിയുന്നുണ്ടെങ്കിൽ ചിലരുടേത് വേറൊരു ഡിസൈനായിരിക്കും, ചിലരുടെ വേറൊരു ഡിസൈനായിരിക്കും. അതിലേറ്റവും നന്നായിട്ടുള്ളത് അവർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ആ കോറ് വെച്ച് അതിൻ്റെ അകത്ത് എത്ര ലിഫ്റ്റ്, എത്ര ഏതൊക്കെ ഫ്ലോർ സ്റ്റോപ്പ്, ഏതൊക്കെ ഫ്ലോറിൽ അവർക്ക് ഹോട്ടൽ വരും, അക്കോമഡേഷൻ വരും, റെസിഡൻസ് വരും, അതനുസരിച്ചുള്ള പ്ലംബിങ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും വരും. അത് ബിഗ് വർക്കാണ്. ഞാൻ ആ ബുർജ് ദുബായിയുടെ ഒരു പ്രൊജക്ട് എഞ്ചിനീയർ റിപ്പോർട്ട് ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു അബുദാബി വെച്ച്. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാം ബോംബെ ഓഫീസിലുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിലുള്ള ഒരു ടോക്കാണ്. ബട്ട് ആ ഹാർഡ്ഷിപ്പ് പുള്ളി പറയുന്നുണ്ട്, അത് എങ്ങനെയാണ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തത് ബുർജ്. കാരണം ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ അതിനു മുമ്പ് ആ സ്പീഡിൽ ഓടുന്ന ലിഫ്റ്റോ അങ്ങനെ ഒരു സാധനം എന്താണ് വരാൻ പോകുന്നുള്ളത് നമുക്ക് പോലും അറിയത്തില്ലായിരുന്നു. അപ്പം ഇല്ലാത്തൊരു സാധനം ഇമാജിൻ ചെയ്താണ് ഞങ്ങൾ പല രീതിയിലും കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തത്. സംസാരിച്ച് എത്താണ് ചായ കുടിക്കുന്നോ? ഇല്ലെങ്കിൽ വീട്ടിലോട്ട് പോവാം. കാരണം മഴക്കാറും ഉണ്ട്, വീട് തപ്പാണ്ടി വന്നു പോയെങ്കിലേ നമുക്ക് സമയമില്ലല്ലോ. എല്ലാം അടുത്തെടുത്താ ചേട്ടൻ വിളിച്ചാൽ മതി. നോക്കാം.